യാക്കോബായ സഭാധ്യക്ഷൻ മാർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയ്ക്ക് കൊച്ചിയിൽ ആവേശകരമായ സ്വീകരണം. ആശീർവാദം സ്വീകരിച്ച് വഴിനീളെ വിശ്വാസികൾ. സ്ഥാനാരോഹണ ചടങ്ങുകൾ പുത്തൻകുരിശ പാത്രിയാർക്ക കത്തീഡ്രലിൽ. അനുമോദന സമ്മേളനം ഗവർണർ ഉദ്ഘാടനം ചെയ്തു. ഒഡീഷയിൽ ട്രെയിൻ പാളം തെറ്റി ഒരു മരണം, 8 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് കാമാഖ്യ എക്സ്പ്രസിന്റെ 11 ബോഗികൾ. യാത്രക്കാരെ ഭുവനേശ്വറിലെത്തിക്കാൻ പ്രത്യേക ട്രെയിൻ സജ്ജമാക്കി റെയിൽവേ. വാർത്തകൾ വിശദമായി നോക്കാം. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഫേസ്ബുക്കിലൂടെ ഖേദപ്രകടനം നടത്തി മോഹൻലാൽ. സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ വലിയ മനോവിഷമമുണ്ടാക്കി. അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞെന്നും മോഹൻലാൽ കുറിച്ചു. സംവിധായകൻ പൃഥ്വിരാജ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചു. എമ്പുരാൻ സിനിമയ്ക്കെതിരെ BJP RSS പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കലാപദൃശ്യങ്ങളും സ്ത്രീകൾക്കെതിരായ അക്രമദൃശ്യങ്ങളും അടക്കമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഖേദം പ്രകടിപ്പിച്ച് ചിത്രത്തിലെ നായകനായ മോഹൻലാൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെ: സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നുവന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാലില്ല എന്ന് വിശ്വസിക്കുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു. സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജും മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിനിടെ എമ്പുരാന്റെ റീഎഡിറ്റിംഗ് പതിപ്പ് വ്യാഴാഴ്ച തിയേറ്ററുകളിലെത്തും. സ്ത്രീകൾക്കെതിരായ അക്രമവും കലാപരംഗങ്ങളും ഉൾപ്പെടെ 17 സീനുകൾ ഒഴിവാക്കിയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. വില്ലൻ കഥാപാത്രത്തിന്റെ പേരും മാറ്റുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതികരിച്ച്